ശിവഭക്തർ ഏറ്റവും വിശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്ക് എത്തുന്ന ക്ഷേത്രമാണ് കണ്ണൂർ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രം. മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഇവിടുത്തെ പൂജകൾ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കേട്ടുകൊള്ളാം. പൂജയ്ക്ക് കൂവളത്തില ഉപയോഗിക്കാത്ത ക്ഷേത്രം, ശംഖുനാഥമുയരാത്ത ശിവക്ഷേത്രം, കൊടിമരവുമില്ല. എങ്കിലും പൊന്നിൻകുടവും നെയ്യമൃതുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചതൊക്കെയും നടക്കുമെന്നാണ് വിശ്വാസികൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ധരിക്കുന്നത്. കാണാം കണ്ണൂർ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ. ദക്ഷിണേന്ത്യയിലെ ശിവഭക്തർ പരമപവിത്രമായി കാണുന്ന ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. കേരളത്തിലെ അതിപുരാതനമായ മഹാശിവക്ഷേത്രങ്ങളിൽ ഒന്ന്. രാജരാജേശ്വരൻ എന്നാൽ ചക്രവർത്തിമാരുടെ ചക്രവർത്തി എന്നാണ് സങ്കല്പം. പരമശിവനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഹര ഹര ശങ്കര ജയ ജയ ശങ്കര, ഹര ഹര ശങ്കര ജയ ജയ ശങ്കര, ഹര ഹര ശങ്കര ജയ ജയ ശങ്കര, ഹര ഹര ശങ്കര ജയ ജയ ശങ്കര. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊടിമരമോ വലിയ ബലിക്കല്ലുകളോ രാജരാജേശ്വര ക്ഷേത്രത്തിൽ കാണാനില്ല. ശിവക്ഷേത്രമെങ്കിലും പൂജാ ആവശ്യങ്ങൾക്ക് കൂവളത്തില ഉപയോഗിക്കില്ല. ധാരയും രുദ്രാഭിഷേകവും ശംഖനാദവുമില്ല. ബുധനാഴ്ചയാണ് ഇവിടെ പ്രധാന വിശേഷ ദിവസം. അങ്ങനെ സവിശേഷതകൾ ഏറെയുണ്ട്. ഇത് 108 ശിവാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. പഴയകാലത്ത് പരശുരാമൻ സ്ഥാപിച്ചു എന്ന് പറയുന്ന 64 ഗ്രാമങ്ങളിൽ കേരളത്തിലെ 32 ഗ്രാമങ്ങളിൽ ഒന്നാണ് തളിപ്പറമ്പ്. ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത കൊണ്ടാണ് ആ പ്രാധാന്യം അറിയിക്കുന്നത്. ത്രിമൂർത്തി അതീതമായൊരു സങ്കല്പമാണ് രാജരാജേശ്വര ക്ഷേത്രത്തിലുള്ളത്. ഇവിടെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഈ ശിവലിംഗം ഭൂമിയിലേക്ക് താഴ്ന്നു പോയെന്നും ആ താഴ്ന്നു പോയ സമയത്ത് 12.5 ഉരു അശ്വമേധ മന്ത്രം ജപിച്ചുകൊണ്ട് അശ്വമേധ നമസ്കാരം നടത്തിക്കൊണ്ടാണ് ആ പ്രതിഷ്ഠ ഉറപ്പിച്ചത് എന്നാണ് സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് അശ്വമേധ നമസ്കാരമാണ്. ശിവനും പാർവതിയും സന്തുഷ്ടരായിരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇതിനാൽ രാത്രി 7 മണിക്ക് ശേഷമുള്ള അത്താഴപൂജ കഴിഞ്ഞാണ് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. കെട്ടിട നിർമ്മിതിയുടെ പൗരാണിക ഭംഗിയും കൊത്തുപണികളുമൊക്കെ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ആകർഷണമാണ്. തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ തർക്കങ്ങളോ ഉണ്ടായാൽ പരിഹാരത്തിനായി ഈ ക്ഷേത്രനടയിൽ കാണിക്ക സമർപ്പിച്ച് ദേവപ്രശ്നം വയ്ക്കുന്ന പതിവുമുണ്ട്. കണ്ണൂർ നഗരത്തിൽ നിന്നും ഏകദേശം 23 കിലോമീറ്റർ സഞ്ചരിച്ച് തളിപ്പറമ്പ് ടൗണിലെത്തിയാൽ അവിടെ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം.
TTK ദേവസ്വത്തിന് കീഴിലാണ് ക്ഷേത്രം. കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ഏറ്റവും ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളുടെയെല്ലാം വിശ്വാസ കേന്ദ്രം കൂടിയാണ് രാജരാജേശ്വരൻ. സിനിമാ താരങ്ങളും വ്യവസായികളുമൊക്കെയായി പ്രമുഖർ അനവധി രാജരാജേശ്വരനെ തൊഴാൻ എത്താറുമുണ്ട്. വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിട്ടകളുമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പ്രത്യേകത. കേരളത്തിനകത്തും പുറത്തും നിന്ന് വിശ്വാസികൾ രാജരാജേശ്വരനെ തൊഴാനെത്തുന്നതും അതുകൊണ്ട് തന്നെ. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.